ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വായു മലിനീകരണ പ്രശ്നങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 2027 സെൻസസിന് 11,718 കോടി രൂപയുടെ ബജറ്റ് അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭ. 2026 സീസണിലെ കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ അനുമതി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബെഞ്ച് മാർക്ക് വൈകല്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ തീരുമാനിച്ച് UPSC. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ UAEക്കെതിരെ ഇന്ത്യയ്ക്ക് 234 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മണിപ്പൂർ സന്ദർശനം പുരോഗമിക്കുന്നു. ഇംഫാലിലെ നൂപിലാൽ മെമ്മോറിയൽ കോംപ്ലക്സിൽ മണിപ്പൂരിലെ ധീര വനിതകൾക്ക് രാഷ്ട്രപതി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സേനാപതിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ശ്രീമതി മുർമു വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. 2027 സെൻസസിന് 11,718 കോടി രൂപയുടെ ബജറ്റിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 2026 കാലയളവിലെ കൊപ്രയ്ക്കുള്ള താങ്ങുവില വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൽക്കരി ലിങ്കേജ് നയത്തിന്റെ പരിഷ്കാരങ്ങൾക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. आज कैबिनेट में 3 बहुत बड़े फैसले लिए गए हैं। सबसे पहले सेंसस 2027 उसके लिए बजट अप्रूव हुआ है 11,718 करोड़ रुपीस का। दूसरा, कोल सेक्टर में यानी हमारी एनर्जी सिक्योरिटी के लिए बड़ा रिफॉर्म किया गया है कोल सेतु के माध्यम से। और तीसरा, किसानों के वेलफेयर के लिए एक बहुत बड़ा सेफ्टी नेट का MSP कोपरा के लिए अप्रूव हुई है. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീലിന്റെ നിര്യാണത്തിൽ ലോക്സഭയും രാജ്യസഭയും അനുശോചിച്ചു. 2001 ഡിസംബർ 13 നടന്ന പാർലമെന്റ് ആക്രമണത്തിലെ രക്തസാക്ഷികൾക്ക് ഇരുസഭകളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ 2025 ആഗോള ക്ഷയരോഗ റിപ്പോർട്ട് അനുസരിച്ച് ക്ഷയരോഗ മരണനിരക്ക് 25% കുറഞ്ഞതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ലോക്സഭയിൽ അറിയിച്ചു. രാജ്യത്ത് റെയിൽവേ അപകടങ്ങൾ 90% കുറഞ്ഞതായി കേന്ദ്ര സർക്കാർ. 2004-14 കാലയളവിൽ 1,711 ആയിരുന്നത് 2025-26 11 കുറഞ്ഞുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ന് രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ യാത്രക്കാരുടെ സുരക്ഷ ഇന്ത്യൻ റെയിൽവേയുടെ മുൻഗണനയായി തുടരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വായു മലിനീകരണ പ്രശ്നങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് വിഷയമുന്നയിച്ച സാഹചര്യത്തിൽ നിയമാനുസൃതമായി ചർച്ച നടത്തുന്നത് സംബന്ധിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Leader of the opposition Rahul Gandhi ji has made a statement in the form of suggestion. The member of the Congress party in the business advisory committee had also raised this issue and some other parties and from the government side also. And government from the day one had made our position very clear that on all important matters government is ready to discuss and also to find out solution, taking along the suggestions from all the members including the principal opposition party led by Rahul Gandhi ji. വിവിധ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് തടയുന്നതിനുള്ള ചട്ടക്കൂട് കേന്ദ്ര സർക്കാർ ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പരിശോധിക്കുന്നതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ ഫാക്ട് ചെക്ക് യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷാജഹാൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. മുഴുവൻ ഫലപ്രഖ്യാപനവും ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിനും ആവശ്യമായിട്ടുള്ള ടേബിളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ ടേബിളിനും ഓരോ കൌണ്ടിംഗ് സൂപ്പർവൈസറും കൌണ്ടിംഗ് അസിസ്റ്റന്റും ഉണ്ടാകും. ആ ഓരോ ടേബിളിലേക്കും സ്ഥാനാർത്ഥികൾക്ക് അവരുടെ കൌണ്ടിംഗ് ഏജന്റുമാരെ നിയമിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് 244 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
പോസ്റ്റൽ വോട്ടുകളാകും ആദ്യം എണ്ണുന്നത്. ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള തപാൽ വോട്ടുകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റുകളിൽ എണ്ണും. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെ വോട്ടെണ്ണൽ നടത്തും. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വോട്ടെണ്ണൽ ബ്ലോക്ക് തല കേന്ദ്രങ്ങളിലാണ് നടത്തുക. ഇവിടെയുള്ള വരണാധികാരികളുടെ മുന്നിൽ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളുടെ തപാൽ വോട്ടുകൾ ആദ്യം എണ്ണും. തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. ഓരോ ബൂത്തിലെയും എണ്ണൽ തീരുന്ന മുറയ്ക്ക് വോട്ട് നില തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് പോർട്ടലിൽ ലഭ്യമാകും. വോട്ടെണ്ണൽ നടക്കുന്നതിനാൽ എല്ലാ സർക്കാർ ട്രഷറികളും നാളെ തുറന്നു പ്രവർത്തിക്കും. ഇത് സംബന്ധിച്ച് ട്രഷറി ഡയറക്ടർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിലവിൽ വന്ന മാതൃകാ പെരുമാറ്റച്ചട്ടം ഈ മാസം 18 വരെ തുടരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രക്ഷേപണം ചെയ്യും. പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9:30, 10:15, 11:30, ഉച്ചയ്ക്ക് ശേഷം 2:30, 3:30, 4:30 എന്നീ സമയങ്ങളിൽ 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ജോർദാനിലെത്തുന്ന അദ്ദേഹം അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തും. ഡിസംബർ 16-ന് എത്യോപ്യയിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വിവിധ ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കും. ഏകദിന എത്യോപ്യ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് ഒമാനിൽ എത്തും. ഇടുക്കിയിലെ ഇടമലക്കുടി ആദിവാസി ഉന്നതിയിലുള്ളവർ പുറം ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഇപ്പോഴും അറിയുന്നത് റേഡിയോയിലൂടെ മാത്രമാണ്. ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇവർ റേഡിയോകളുമായി കാത്തിരിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലമറിയാൻ കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വാർത്തകളും വിശേഷങ്ങളും റേഡിയോയിലൂടെ മാത്രം അറിയുന്ന ഒരിടമുണ്ട് ഇടുക്കിയിൽ. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തും ഇടുക്കിയിലെ ആദിവാസി ഗ്രാമവുമായ ഇടമലക്കുടി ഉന്നതിയിലുള്ളവർക്ക് പുറം ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഇന്നും റേഡിയോ മാത്രമാണ് ആശ്രയം. ഇടമലക്കുടിയിലെ 14 വാർഡുകളിലും അധിവസിക്കുന്നവർ റേഡിയോയിലൂടെയാണ് വാർത്തകൾ അറിയുന്നത്. ഈ ഗോത്രഗ്രാമത്തിലെ വോട്ടർമാർ തങ്ങളുടെ ജനപ്രതിനിധികൾ ആരെന്നറിയാൻ നാളെ റേഡിയോയ്ക്ക് മുന്നിലാകും. ബെഞ്ച് മാർക്ക് വൈകല്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ. കഴിഞ്ഞ 5 വർഷമായി ചില പരീക്ഷാ കേന്ദ്രങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം കൂടുതലായതിനാൽ സൌകര്യപ്രദമല്ലാത്ത കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഉദ്യോഗാർത്ഥികൾ നിർബന്ധിതരാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. 50,000 രൂപ പിഴയും നൽകണം. വിചാരണ തടവ് കുറച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതിയാകും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ ആദ്യ 6 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ UAE-ക്കെതിരെ ഇന്ത്യയ്ക്ക് 234 റൺസ് വിജയം. ഇന്ത്യ ഉയർത്തിയ 434 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന UAE 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഫൈനൽ ഈ മാസം 21-ന് നടക്കും. ഞായറാഴ്ച ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, കേരളം എന്നിവയുൾപ്പെടെ 8 പ്രധാന സംസ്ഥാനങ്ങളിൽ ഇലക്ടറൽ റോൾ നിരീക്ഷകരെ നിയമിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. SROമാർ ഇതിനകം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും 2026 ഫെബ്രുവരിയിൽ അന്തിമ ഇലക്ടറൽ റോൾ പ്രസിദ്ധീകരിക്കുന്നതുവരെ ആഴ്ചയിൽ 2 ദിവസം ഇവർ SIR പ്രക്രിയ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഹാജരാകുമെന്നും കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശൈത്യകാല സമ്മേളനം നടക്കുന്ന പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. വായു മലിനീകരണ പ്രശ്നങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 2027-ലെ സെൻസസിന് 11,718 കോടി രൂപയുടെ ബജറ്റ് അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭ. 2026 സീസണിലെ കൊപ്രയുടെ താങ്ങുവില വർദ്ധിപ്പിക്കാനും മന്ത്രിസഭ അനുമതി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബെഞ്ച് മാർക്ക് വൈകല്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പരീക്ഷാ കേന്ദ്രം അനുവദിക്കാൻ തീരുമാനിച്ച UPSC. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6 പ്രതികൾക്കും 20 വർഷം കഠിന തടവ് വിധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി.
ദുബായിൽ നടന്ന ഏഷ്യ കപ്പ് അണ്ടർ-19 ക്രിക്കറ്റിൽ UAE-ക്കെതിരെ ഇന്ത്യയ്ക്ക് 234 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.